ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു ബ്ലൗസ് നിന്ന് എങ്ങനെ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇതിലില്ല. അത് കറക്റ്റായിട്ട് നമുക്കൊരു ബ്ലൗസ് അടിക്കാൻ വേണ്ടി കിട്ടിയാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അളവ് എടുക്കുന്നത്. നമ്മൾ ടോപ്പിൻ്റെ അളവ് കണക്കല്ല, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അളവ് എങ്ങനെ എടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അളവ് എങ്ങനെ മാർക്ക് ചെയ്യുന്നതിന് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ആക്കാം. അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കാം കേട്ടോ. നമുക്കിപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ചിലവരിപ്പോൾ അളവെടുക്കുന്നവരുണ്ടാകും. അളവെടുക്കുന്നതും അളവ് തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ആദ്യം കയ്യിലുള്ള ഈ ഒരു ബ്ലൗസിൻ്റെ അളവ് നോക്കാം കേട്ടോ. അപ്പം ഞാനിതാ നമുക്ക് വേണ്ട മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത്, ഫ്രണ്ട് ലെങ്ത്ത്, ബാക്ക് ലെങ്ത്തൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അതുപോലെ വിഡ്ത്ത്, നെക്കിൻ്റെ ലെങ്ത്ത്, ഷോൾഡർ, ആം ഹോൾ, ചെസ്റ്റ്, വേസ്റ്റ്, പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തും സ്ലീവിൻ്റെ റൗണ്ടും. അപ്പോൾ ഇത്ര പോലെ അളവുകളാണ് കേട്ടോ നമുക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത്ത് നോക്കാം. നമ്മൾ ലെങ്ത്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ബാക്ക് വശത്ത് നിന്ന് വേണം ലെങ്ത്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ ഇപ്പോൾ നമുക്കിത് ഇതുപോലെയൊക്കെ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാക്ക് പ്ലെയിൻ ആണല്ലോ, ബാക്ക് വശത്ത് നിന്ന് വേണം നമ്മൾ ആദ്യം ലെങ്ത്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കറക്റ്റ് ഈ ഒരു ഷോൾഡറില്ലേ, അത് കറക്റ്റ് ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് അവിടെ ടാപ്പ് വെക്കുക കേട്ടോ. ഇവിടെ ടാപ്പ് വെച്ചിട്ട് നമുക്ക് വലിച്ചു പിടിക്കാൻ കേട്ടോ മെറ്റീരിയൽ. കാരണം എന്താ ചുരുക്ക് വരാതെ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് മെറ്റീരിയൽ വലിച്ച് പിടിച്ചിട്ട് വേണം അളവെടുക്കുക. ഈ ഒരു കൈ ഇവിടുന്ന് വിടാൻ വേണ്ടി പാടില്ല. ഇത് ഇവിടെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് വലിച്ച് പിടിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് 13.5 കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 13.5 കേട്ടോ. 13.5. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ലെങ്ത്ത് ഒരുപോലെയാണ് എടുക്കുന്നത്. നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടുന്നതിനാണ് കേട്ടോ വ്യത്യാസമുള്ളത്. 13.5 രണ്ടിലേക്കും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ ഈ 13.5 ഒന്നിച്ച് തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് കൂട്ടി കൊടുക്കണം. നമുക്ക് അവിടെ താഴത്ത് പിന്നെ ബ്രേസർ കട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം വെക്കണ്ടേ. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഫ്രണ്ട് വശത്തേക്ക് കൂട്ടി കൊടുക്കുന്നത്. അതുപോലെ ബാക്ക് സൈഡിലേക്ക് എടുക്കുന്നത് വെറും 3/4 ഇഞ്ച്. ബാക്ക് സൈഡ് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല, നമ്മളിവിടെ പീസ് വെച്ച് കൊടുക്കുന്നല്ലേ. അപ്പോൾ ബാക്കിലേക്ക് വെറും 3/4 ഇഞ്ച് മാത്രമേ നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് ആവശ്യമുള്ളൂ. അത് മനസ്സിലായില്ലേ? ഫ്രണ്ടിലേക്ക് 1.5, ബാക്കിലേക്ക് 3/4 ഇഞ്ചാണ് കൂട്ടി കൊടുക്കുന്നത്. നമുക്ക് അടുത്തത് വരുന്നത് നെക്കിൻ്റെ വിഡ്ത്ത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്ന സമയത്ത് നമ്മത് ഇവിടെ വെച്ചിട്ട്, അതായത് നമ്മത് ബട്ടൺസ് ഇട്ട് വെച്ചിട്ടാണുള്ളത് കേട്ടോ. അത് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നോക്കാം. ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇത് വരുന്ന രീതിക്ക് വേണം എടുക്കുക. അതായത് നമുക്ക് കറക്റ്റായിട്ട് അത് ഇവിടെ വരുന്ന രീതിക്ക് എത്ര വരുന്ന നോക്കതാ. ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇതെങ്ങനെ വരുന്നത് നോക്കാം കേട്ടതാ. കണ്ടില്ലേ? 2.4. അപ്പോൾ ആ 2.4 തന്നെയാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് കേട്ടോ. 2.4 2.4 നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. നമ്മൾ ഇവിടുന്നാണ് നോക്കുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ നീങ്ങി പോകുന്നതുകൊണ്ട് കറക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഒരു പീസ് വെച്ച് നമ്മുടെ കണ്ണിക്ക് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് വിട്ടതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ എടുക്കാൻ വേണ്ടി. കറക്റ്റ് എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആ ഒരു അളവ് തന്നെ എടുത്താൽ മതി. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അടുത്തത് ഇതുപോലെ ഇങ്ങനെ ടാപ്പ് വെച്ച് നോക്കുക. ഇത് കറക്റ്റ് ഈ ഒരു വശത്തേക്ക് വരുന്നതാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് നമുക്ക് ജസ്റ്റ് ഇതുപോലെ വരുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 5 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത്. അത് ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച്. എത്ര ഫ്രണ്ടിലേക്കില്ലേ നെക്കിൻ്റെ ലെങ്ത്ത്. ഇനി അതുപോലെ നമുക്ക് ബാക്ക് നെക്ക് നോക്കാം കേട്ടോ. ബാക്ക് നെക്ക് ഇതുപോലെ എടുക്കുക. നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ പിടിക്കണം കേട്ടോ. അതിവിടെ കറക്റ്റ് ടാപ്പ് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഈ ഒരു ഇവിടുന്ന് ജസ്റ്റ് ഇതിങ്ങനെ ഈ വരുന്നില്ല ഇതുപോലെ വരുന്നത് നോക്കേണ്ടത്. ഏകദേശം ഒരു 6.5 ഇഞ്ചോളാണ് നമുക്ക് ബാക്ക് നെക്ക് നമ്മൾ കറക്റ്റ് അതേ അളവിൽ തന്നെ വന്നിട്ട് എടുക്കണ്ടേ. 6.5 നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത്. നെക്കിൻ്റെ വിഡ്ത്തും നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത് ഷോൾഡറാണ് കേട്ടോ. ഷോൾഡർ ഈ ഒരു അറ്റത്ത് പിടിച്ചിട്ട് ഇതുപോലെ നോക്കാം കേട്ടോ. എനിക്ക് ഏകദേശം ഒരു 2.5
ഇതുപോലെ കറക്റ്റ് പിടിച്ചിട്ട് നോക്കുന്ന സമയത്ത് 2.5 നമ്മുടെ നെക്കിൻ്റെ ഷോൾഡർ കിട്ടുന്നത്. 2.5 ആണ് ഷോൾഡർ കിട്ടുന്നത്. ഷോൾഡർ 2.5 ഒന്നിച്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടണം കേട്ടോ. സ്ലീവ് ജോയിൻ ചെയ്യണം. അതുപോലെ നമ്മൾ ഇവിടെ ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3/4 ഇഞ്ചാണ് കേട്ടോ അത് തയ്യൽ തുമ്പ് കൂട്ടിക്കൊടുക്കുന്നത്. 3/4 3/4 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിക്കൊടുക്കുന്നത്. അപ്പം അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത നോക്കുന്നത് നമ്മുടെ ആം ഹോളാണ് കേട്ടോ. ആം ഹോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ടാപ്പ് ഇവിടെ വെക്കാം കേട്ടോ. ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കത് ഈ ഒരു അളവ്, ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റ് വരുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഈ ഒരു അടിച്ച് കറക്റ്റ് ജോയിന്റ് കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഇത് പിടിച്ചിട്ട് ഇതാ ഈ ഒരു പോയിന്റ് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ചോക്കോണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതിങ്ങനെ മടക്കി കൊടുത്താലും ഇങ്ങനെ മടക്കി എവിടെയാണ് വേണ്ടത്, ചിലപ്പോൾ ഇവിടെയാണ് വേണ്ടതെങ്കിൽ ഇപ്പം ഈ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വരുന്ന രീതിക്ക് ഇങ്ങനെ മടക്കി കൊടുത്താൽ നമുക്ക് കിട്ടും കേട്ടോ. 5 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്, ആം ഹോൾ വരുന്നത് കേട്ടോ. ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത് 5. അപ്പം അത്ര പോലെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇനി നമുക്ക് ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിതാ ഈ ഒരു ബട്ടൺസ് ശേഷം, അതായത് നമ്മൾ ഈ ബട്ടൺസ് ഇടാൻ വേണ്ടിയുള്ള ഈ ഒരു കണ്ണി വെക്കുന്നില്ല, ആ ഒരു കണ്ണി മുതലാണ് നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കേണ്ടത്. അതായത് ഈ ഒരു കണ്ണി വിട്ടതിന് ശേഷം, അതായത് ഈ നമ്മൾ പീസ് കൊടുക്കുന്നില്ലേ 3 ഇഞ്ച് വീതിക്കല്ലേ, ആ ഒരു പീസ് വിട്ടതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ടേക്ക് നോക്കാം. നല്ല വൃത്തി വലിച്ച് പിടിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇതുപോലെ നോക്കുന്ന സമയത്ത് 9 ഇഞ്ചാണ് കേട്ടോ എനിക്ക് ചെസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ ഒന്നിച്ച് 9 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പ് കൂട്ടുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. 2.5 വേണം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയൊക്കെ ഡാട്ട് വരാനുണ്ട്, ഇവിടെ ഡാട്ടും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ച് കുറയും. പിന്നെ നമുക്ക് അധികം ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലെവലാക്കാം. അപ്പോൾ 2.5 ചെസ്റ്റിൻ്റെ ഒന്നിച്ച് എടുക്കുന്നത്. അതുപോലെ വേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടും വേസ്റ്റിൻ്റെ ഇവിടെ തന്നെ ഈ ഒരു പീസ് വെച്ചതിന് ശേഷം ഇത് ഇങ്ങോട്ടേക്ക് നോക്കാം. 7.5 കേട്ടോ വരുന്നത് വേസ്റ്റ്. 7.5. പിന്നെ നമ്മൾ വേസ്റ്റ് ഇങ്ങനെ എടുത്തുകൊണ്ട് കാര്യമില്ല, കാരണം ചിലപ്പോൾ ഫ്രണ്ടിൽ കുറവും ബാക്കിൽ നല്ലോണം വീതിയും ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടണമെന്നില്ല. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ 7.5 ഇവിടെ നിൽക്കട്ടെ, അത് കൂടാണ്ട് നമുക്കത് ഇതുപോലെ വേസ്റ്റ് കറക്റ്റായിട്ട് ഇതുപോലെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പോയിന്റില്ലേ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്കത് ഇങ്ങനെ അറ്റത്ത് ഇവിടം വരെ എത്ര വരുന്നത് നോക്കണം കേട്ടോ. കേട്ടോ കുറച്ച് ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് എടുക്കുക. 31 ഉണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ചുരുങ്ങിയാണ്, നമുക്ക് വലിച്ച് പിടിച്ചെടുക്കാം. അപ്പോൾ 31 കേട്ടോ നമുക്ക് ഫുള്ളായിട്ടുള്ള ഇത് കിട്ടുന്നത്. അപ്പം അങ്ങനെയും ജസ്റ്റ് നമുക്ക് ആ ഒരു അളവും കൂടി ഒന്ന് എഴുതി വെക്കാം. നമുക്ക് ലാസ്റ്റ് നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു 31 ഇഞ്ചിലാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. ആ 31 ജസ്റ്റ് ഞാനിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്ര പോരായില്ലേ. നമുക്ക് സ്ലീവിൻ്റെ നോക്കാം കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കത് ഈ മുകൾ വശത്ത് നിന്ന് വേണം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് എത്രയുണ്ട് നോക്കാം കേട്ടോ. 7 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. 7 ഇഞ്ചിൻ്റെ ഒന്നിച്ച് നമ്മുടെ തയ്യൽ തുമ്പ് കൂട്ടേണ്ടത് 2 ഇഞ്ചാണ് കേട്ടോ. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിക്കൊടുക്കാം. അത് സ്ലീവിൻ്റെ റൗണ്ട് വരുമ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എടുക്കാന്നില്ല, നമ്മുടെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന വശമില്ല, അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ വരുന്ന സമയത്ത് 5.5 വരുമ്പോൾ ഫുൾ റൗണ്ട് നമുക്ക് കിട്ടൽ 11. അങ്ങനെയാണ് വരുന്നത്. സ്ലീവ് റൗണ്ട് വരുന്ന 5.5 ഒന്നിച്ച് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടേണ്ടത് വെറും 1.5 ഇഞ്ചാണ് കേട്ടോ. സ്ലീവിൻ്റെ റൗണ്ടിന് 1.5 ഇഞ്ച് കൂട്ടിക്കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇത്ര പോലെ അളവുകളാണ് ബ്ലൗസിൽ നിന്ന് എടുക്കാനില്ല. നമുക്ക് റെഡിമെയ്ഡ് അല്ല, നമുക്ക് കസ്റ്റമർ ഇപ്പോൾ സ്റ്റിച്ചാക്കാൻ വേണ്ടിയിട്ട് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ അതുപോലെ അളവിന് ബ്ലൗസും തന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പോലെ അളവുകളാണ് നമ്മൾ അതിൽ എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന ബ്രേസർ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ സാധാരണ ഇപ്പോൾ ഇതിപ്പോൾ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. അളവ് തരാത്ത ഒരു ഡ്രസ്സാണെങ്കിൽ നമ്മുടെ ബ്രേസർ കട്ടിൻ്റെ അളവ് പറഞ്ഞത് 4, 3, 3.5 അങ്ങനെയാണ് എടുക്കല്. 4, 3, 3.5 ആ ഒരു രീതിക്കാണ് ബ്രേസർ കട്ടിൻ്റെ അളവ് എടുക്കുക. നമുക്ക് ബ്രേസർ കട്ട് ഇപ്പോൾ തന്നിട്ടുണ്ട്, അളവിലുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത ഇവിടെ നിന്ന് മുകളിലേക്കുള്ള ഇത് നോക്കാം.
എത്ര ഏകദേശം ഒരു 3.25 ഇഞ്ചോളം നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ആ ലെങ്ത്തിൻ്റെ ഒന്നിച്ച് തയ്യൽ തുമ്പ് കൂട്ടണം. തയ്യൽ തുമ്പ് പറഞ്ഞാൽ താഴത്ത് 1/4 ഇഞ്ച് നമുക്ക് ജോയിൻ്റ് ആക്കാൻ വേണ്ടി വേണം. മുകൾ വശത്ത് 1/2 ഇഞ്ചാണ് കേട്ടോ നമ്മൾ ജോയിൻ്റ് ആക്കി. ഇവിടെ താഴത്ത് 1/4 ഇഞ്ചിന് മാത്രമേ എടുക്കല്. മുകൾ വശത്ത് ഇവിടെ ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ച്. അപ്പം അങ്ങനെ കൂട്ടിയെടുക്കാം. അത് ഒരുപാട് അധികമായാലും കുറവായാലും പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ 3.25 3.25 1/4 ഇഞ്ച് കൂട്ടിയാൽ 3.5 3.5യും ഇവിടെ 1/2 ഇഞ്ച് കൂട്ടിയാൽ 4 ഇഞ്ച്. കറക്റ്റ് അല്ലേ 4 ഇഞ്ച്? അപ്പോൾ അത് കണക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താലും മതി, നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏകദേശം വെച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി. ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഡാൾട്ടിൻ്റെ ഒക്കെ ഇല്ലേ, ഡാട്ടൊക്കെ നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടുന്ന് നോക്കാം കേട്ടോ. എത്ര വരുന്നത് നോക്കാം. അപ്പോൾ 2.5 ഇഞ്ച് 2.5 ഇഞ്ചാണ് നമ്മുടെ ഡാട്ട് വരുന്നത്. അതുപോലെ ഇതാ ഇവിടുത്തെ ഡാട്ട്, പിന്നെ ഇവിടുത്തെ ഡാട്ട് ആ ലെങ്ത്ത് നോക്കിയിട്ട് എടുക്കുക. അല്ലാണ്ട് നമുക്ക് മറ്റേ ഇപ്പം ബോഡിയിൽ നിന്ന് അളവെടുക്കുന്നതാണെങ്കിൽ ആ രീതിക്ക് ഉണ്ട്. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ മാർക്കും കാര്യങ്ങളും ചെയ്യുമല്ലോ. അപ്പോൾ അന്നേരത്ത് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ അളവുകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെസ്റ്റൊക്കെ നമുക്കിത് ഈ ഒരു ബട്ടൺസിന് ശേഷം എടുക്കുക, വേസ്റ്റ് എടുക്കുക. നെക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എടുക്കാൻ പാടില്ല കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കറക്റ്റ് കിട്ടണമെന്നില്ല. നമുക്കത് ഈ ഒരു ഇവിടുന്ന് ഇത്ര പേരിൽ അളവ് എടുത്താൽ മതി. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്ന അളവ് എടുത്താൽ മതി. നെക്കിൻ്റെ പകുതി നമ്മൾ മടക്കി വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് അങ്ങനെയല്ലേ വരുന്നത്. അതുപോലെ ആം ഹോൾ അത് ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ഇങ്ങനെ വരുന്ന രീതിക്കാണ് ആം ഹോൾ എടുക്കാൻ. പിന്നെ ഷോൾഡർ അറിയാമല്ലോ, ഷോൾഡറിന് വെച്ചാൽ 1/4 ഇഞ്ചാണ് തയ്യൽ തുമ്പിന് എക്സ്ട്രാ കൂട്ടേണ്ടത്. നമുക്ക് ഇവിടെ പോകാനുണ്ട്, ഇവിടെ അടിക്കാനുണ്ട്. എല്ലാം മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയും ഡൗട്ടുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഒരു അളവ് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് മെറ്റീരിയൽ മാർക്ക് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഇത്രയും അളവുകളെ വേണ്ടു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസല്ല വേറെ ബ്ലൗസ് ആണെങ്കിലും അപ്പോൾ ഇത് തയ്യൽത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു അളവിൽ തന്നെ കൂട്ടിയാൽ മതി കേട്ടോ. ലെങ്ത്തിൻ്റെ ഒന്നിച്ച് ഫ്രണ്ടിൽ 1.5 ബാക്കിൽ 3/4. ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ഇപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ തന്നെ അടുത്ത കട്ട് ചെയ്യുന്ന വീഡിയോ കാണിക്കാം കേട്ടോ.